ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وبارك وسلم تسليمًا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله تعالى في كلامه العزيز: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വയിലൂടെ മാത്രമേ നമുക്ക് നാളെ ആഖിറത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് നമ്മൾ ഇടപെടുന്ന സകല മേഖലകളിലും പടച്ച റബ്ബ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതിനാണ് നമ്മൾ തഖ്വയായ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുന്നത്. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ തയ്യാറാവണം. രഹസ്യത്തിലും പരസ്യത്തിലും എന്ത് ചെയ്താലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാവണം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നാളെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി മുത്തഖീങ്ങൾക്കായി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന, അവന്റെ അമലുകളെ നശിപ്പിച്ചു കളയുന്ന, അവന്റെ ആഖിറത്തെ ഇല്ലാതാക്കി കളയുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ദുരാഗ്രഹം, അതവനെ നശിപ്പിച്ചു കളയുന്നതാണ്. രണ്ടാമതായിട്ട്, നമ്മൾ നമ്മുടെ ഇച്ഛയെ പിൻപറ്റുന്നത് നമ്മെ നാശത്തിലേക്ക് കൊണ്ട് നയിക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇഅജാബുൽ മർഇ ബിനഫ്സിഹി. ഒരു മനുഷ്യൻ അവനെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, അതേ ഇവിടെ നടക്കാൻ പാടുള്ളൂ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ നടക്കണം. ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനമെടുക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അതാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നുള്ള മനുഷ്യന്റെ ഒരു ചിന്ത, ഒരു വിചാരം, അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനാവി എന്നുള്ള പണ്ഡിതൻ പറയുകയാണ്, എന്താണ് അൽ ഇഅജാബുൽ മർഇ ബിനഫ്സിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു,
തഹ്സീനു കുല്ലു അഹദിൻ നഫ്സഹു അലാ ഗൈരിഹി. ഓരോരുത്തരും സ്വയം നമ്മളെ നന്നാക്കി പറയലാണ് മറ്റുള്ളവരുടെ മുന്നിൽ. അവനേക്കാൾ മികച്ചത് ഞാനാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നോക്കൂല. ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാണ്, അത് ബാക്കിയുള്ളവർ അംഗീകരിച്ചോണം, അതാണ് ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിശ്ചയം, ഒരു ഉറപ്പ്, ഒന്ന് ദുർവാശി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു വൈൻകാന കബീഹൻ, അത് മോശമായാലും ശരി, അത് ഞാൻ ചെയ്തതാണോ അത് ഓക്കെയാണ്, അതൊരു മോശമല്ല എന്ന് സ്വയം മനസ്സിലാക്കലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചെയ്യുന്നത് ശരി, ബാക്കി എല്ലാവരും ചെയ്യുന്നതും തെറ്റ്, ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പ്രവാചകൻ പറയുന്നു. ഇത് മനുഷ്യനെ അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കും, പാപങ്ങൾ കൊണ്ട് ഫഖ്ർ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും, അതുപോലെ തന്നെ അന്യായമായി അക്രമം ചെയ്യുന്നതിലേക്ക് എത്തിക്കും. ഇതൊക്കെ മനുഷ്യനിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ചിന്തയാണ്. അവൻ അഹങ്കാരിയായിരിക്കും. മാത്രമല്ല, അവൻ ചെയ്ത പാപങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി എടുത്തു പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തു, അവിടെ പോയി ഇങ്ങനെ ചെയ്തു എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കും. അവൻ ചെയ്തത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം, എന്നാലും അത് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പോയിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്നതാക്കി എന്നിങ്ങനെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ഏകാധിപത്യ സ്വഭാവം അത് അവിടെ അവനിൽ പ്രകടമാവുന്നില്ല. അവൻ ഒരിക്കലും ഗുണകാംക്ഷ ഉണ്ടാവുകയില്ല. ആരവനെ നസീഹത്ത് ചെയ്തിട്ടോ ഉപദേശിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അയാളെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല, അള്ളാഹുവിനെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല, റസൂലിനെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല. എന്താണോ ഞാൻ കണ്ടത് അതനുസരിച്ച് ഞാൻ ജീവിക്കും, ഞാൻ പറയും എന്നുള്ള ഒരു ചിന്ത. അവസാനം അവൻ അങ്ങനെ ചെന്ന് വഴികേടിലാകും, ആപത്തിൽ അകപ്പെടും എന്നുള്ളതാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറയുന്നുണ്ട്, ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾ സ്വന്തത്തെ വലിയ ശ്രേഷ്ഠതയോടുകൂടി മഹത്വത്തോടുകൂടി കാണുക എന്നുള്ളത് ദലീലുൻ അലാ ളുഉഫി അഖ്ലിഹി, ഓന് ബുദ്ധിയുടെ ബലഹീനതയുടെ ഏറ്റവും വലിയ അടയാളമാണത്. നമ്മൾ തന്നെ വലിയ ആള്, നമ്മളാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ സ്വയം കാണുക എന്നുള്ളത് ബുദ്ധി കുറഞ്ഞതിന്റെ അടിസ്ഥാനമാണ് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ ആളുകളെ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ, അഹങ്കരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നുള്ളത്. ഞാൻ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് നടക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും കാര്യമെന്ന് പറയുമ്പം മൈൻഡ് ചെയ്യാതിരിക്കാം. അവന് ഇത് എന്നോട് പറയാൻ അവനാരാ, ഇതെന്നോട് പറയാൻ അവനാരാ എന്നുള്ള ചിന്ത വരിക, അല്ലെങ്കിൽ ഇക്കാര്യം അവൻ എന്നോട് പറയണം, അങ്ങനത്തെ ചിന്ത കൊണ്ട് ജനങ്ങളെ മൈൻഡ് ചെയ്യാതെ നടക്കരുത് എന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് പറയുന്നു വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരം നടിച്ച് ഉല്ലസിച്ച് നീ നടക്കണ്ട. എന്നിട്ട് പറയുന്നു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇങ്ങനെ സ്വന്തം വലിയ ആളായിട്ട് അഹങ്കാരിയായിട്ട് നടക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല. സ്വന്തം വലിയ ആളാണെന്ന് ധരിക്കും, മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഞാനാണ് മികച്ച ആളാണെന്ന് കരുതുക. ഇങ്ങനെ നടക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം ശൈത്താൻ വഴി തെറ്റാനുള്ള കാരണം എന്തായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇസ് അമർതുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ശൈത്താൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇബ്ലീസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഖാല അന ഖൈറും മിൻഹു, ഞാൻ ഓനേക്കാൾ ഉത്തമനാണ്, അതുകൊണ്ട് ഞാൻ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയില്ല. ഖലഖ്തനി മിനൻ നാർ, നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വഖലഖ്തഹു മിൻ തീൻ,
ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഒരിക്കലും സുജൂദ് ചെയ്യുകയില്ല എന്ന് ഇബ്ലീസ് വാശി പിടിച്ചു. അവിടുന്ന് പുറത്താക്കി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഞാനാണ് വലിയ ആള്, ഞാൻ അവന്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കുകയോ അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് മറുപടി. അവിടെ ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നപ്പോൾ എന്താണ് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത്? ഖാല ഫഹ്ബിത് മിൻഹാ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഈ സ്വർഗ്ഗത്തിൽ നിനക്ക് അഹങ്കരിക്കാൻ കഴിയൂല. ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ, നീ ഇവിടുന്ന് പുറത്തു പോവുക, നീ വഴിതെറ്റിയ ആളുകളുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്താക്കിയാണ് ഉണ്ടായത്. ഇവിടെ പുറത്താക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല, അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. തന്റെ നഫ്സിന് തോന്നിയത്, തനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാനാണ് വലിയ ആളെന്നുള്ള ഭാവം തന്നെയാണ് ഈ ഇബ്ലീസിനെ അവിടുന്ന് പുറത്താക്കിയത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച സ്ഥലത്ത് നിന്ന് തന്റെ ഉള്ളിലുള്ള ഉജുബ് കാരണം, ഉൾനാട്യം കാരണം, അഹങ്കാരം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ അവിടുന്ന് പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഫസ്സിർ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾ തന്റെ സ്വശരീരത്തും കൊണ്ട് ഇഷ്ടപ്പെടുക, അതിനെ പ്രിയമാക്കി വെക്കുക എന്നുള്ളത് മുലാഹളത്തും ബിഐനിൽ ഖമാൽ, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ധാരണയാണ്. എന്നെ ഉപദേശിക്കാൻ ഒരാളും വരണ്ട, എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഒരാളും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യമാണ് എന്ന് പറഞ്ഞു. അവൻ അതോടുകൂടി അള്ളാഹു അവനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു കളയുകയും ചെയ്യുന്നു. അവനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലേക്കാണ് അവൻ പറയുക. അള്ളാഹു തന്നതാണെന്നും അവനത് അല്പകാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണെന്നൊക്കെ അവൻ മറന്നുപോകും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, അതിനനുസരിച്ച് ഞാൻ തീരുമാനിക്കും എന്നുള്ള ഒരു ശാഠ്യം, ഇതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, സൂറത്ത് സുമറിന്റെ 49-ാമത്തെ വചനം, ഫൈസാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ദഅാന, അവൻ നമ്മളോട് പ്രാർത്ഥിക്കും, പടച്ചവനെ നാദ എന്റെ ബുദ്ധിമുട്ട് മാറ്റി തരണേ, കഷ്ടപ്പാട് മാറ്റി തരണേ എന്ന് പറഞ്ഞു. സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ, എന്റെ ഒരു വലിയ അനുഗ്രഹം അതിനുശേഷം ഞാൻ അവനിക്ക് കൊടുക്കുകയാണെങ്കിൽ അവൻ പറയും, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതെനിക്ക് കിട്ടിയത് എന്റെ സാമർത്ഥ്യം കൊണ്ടാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ടാണ് എനിക്കത് കിട്ടിയത് എന്നവൻ പറയുകയും ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ വരുമ്പം അള്ളാഹുവിനോട് ഭയങ്കര ദുആ ആയിരിക്കും, കരച്ചിലായിരിക്കും. പക്ഷെ ആ കരച്ചിലിന്റെയും ദുആന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹ് കാരുണ്യത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താൽ അപ്പോൾ അവൻ അള്ളാഹുവിനെ മറക്കും. ഇത് തന്ന ഒരു റബ്ബ് മുകളിലുണ്ടെന്നുള്ള ബോധം അവനുണ്ടാവുകയില്ല. അവൻ പറയും, ഊതീതുഹു അലാ ഇൽമിൻ, എനിക്ക് എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുകയാണ്, ബൽ ഹിയ ഫിത്ന, ഇത് ഭയങ്കര ഒരു പരീക്ഷണമാണ്. നീ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഒരു പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് സമ്പത്ത് തരുമ്പോൾ അത് അള്ളാഹു നമുക്ക് നൽകിയതാണെന്നുള്ള ഉത്തമമായ ബോധമുണ്ടായിരിക്കണം. അത് ചെലവഴിക്കുമ്പോഴും അതുമായിട്ട് ഇടപെടുമ്പോഴെല്ലാം അതവിടെ മറന്നു വലിയ കടുത്ത ഒരു പരീക്ഷണമാണ്. എന്നിട്ട് പറയുന്നു, വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകളും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അവരെന്തെങ്കിലും പ്രയാസം വരുമ്പം എൻ്റെ അടുത്ത് ദുആ ചെയ്യാൻ വരും, പക്ഷേ അവർക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കൊടുത്താൽ അവർ പറയും, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് അങ്ങനെയല്ല, അത് നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. അധിക ആളുകൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അവരൊക്കെ ഇങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ ഒരു അവസ്ഥയിലാണോ? അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ അഹങ്കാരം നടിക്കുന്നുണ്ടോ, ഉജ്ബ് കാണിക്കുന്നുണ്ടോ, അതല്ല അതിന് ശുക്ർ ചെയ്യുകയാണോ, നന്ദി ചെയ്യുകയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഉജ്ബ് എന്നുള്ളത് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാകും. അധികാരം കൊണ്ടുണ്ടാകും, സമ്പത്ത് കൊണ്ടുണ്ടാകും, ചിലപ്പോൾ അറിവിന്റെ പേരിലാകാം. എങ്ങനെയായാലും ഇതൊക്കെ നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
എന്തിന്റെ പേരിൽ നമ്മൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ വലിയ അറിവുള്ള ആളാണ്, ആ അറിവിന്റെ പേരിൽ അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരം, ഉൾനാട്യം. ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ള ആള്, ഞാൻ പറയുന്നത് പോലെ എല്ലാവരും കേൾക്കണം, അതൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് വലിയ പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും അയാൾ തീരുമാനിക്കുക, ചെയ്യുക, പൂർണ്ണമായ അധികാരം അയാൾ. അതുപോലെ തന്നെ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോവുക, അടക്കി വാഴുക, ഏകാധിപത്യ സ്വഭാവം ഉണ്ടാവുക, ഇതൊക്കെ ഇതിന്റെ ഫലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിനൊക്കെ വ്യക്തമായ ഉദാഹരണങ്ങൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ നമുക്ക് പറഞ്ഞു തന്നതല്ല. പരിശുദ്ധ ഖുർആൻ കഥകൾ പറയുമ്പം, ചരിത്രങ്ങൾ പറയുമ്പം അത് വെറുതെ വായിച്ച് രസിക്കാനുള്ളതല്ല, കേട്ട് മനസ്സിലാക്കി വെക്കാനുള്ളതല്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാനുള്ളതാണ്. അതിനെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഖാറൂനെ പറ്റി പറയുന്നുണ്ട്. ആരായിരുന്നു ഖാറൂൻ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഖാറൂൻ എന്നാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരാളായിരുന്നു. ഫബഗാ അലൈഹിം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അവരുടെ ജനതയോടും ഇദ്ദേഹം എതിര് പ്രവർത്തിച്ചു. അദ്ദേഹം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സമൂഹത്തെയും അംഗീകരിക്കാൻ തയ്യാറായില്ല, അവരോട് കൂടെ നിന്നില്ലായിരുന്നു. അള്ളാഹു പറയുകയാണ്, വആതൈനാഹു മിനൽ കുനൂസ്. ഒരുപാട് സമ്പത്ത് ഖാറൂന് ഞങ്ങൾ കൊടുത്തു, ഒരുപാട് നിധികൾ കൊടുത്തു. മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. വലിയ ഒരു ഒട്ടക സംഘത്തിന് അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ ചുമക്കാൻ വലിയൊരു ഒട്ടക സംഘം വേണമായിരുന്നു. അപ്പൊ എത്ര സമ്പത്തുണ്ട് അദ്ദേഹത്തിന്? സമ്പത്ത് ചുമക്കാനല്ല ഒട്ടക സംഘത്തിന്റെ ആവശ്യം, ആ സമ്പത്ത് കൂട്ടിവെച്ച ഖജനാവിന്റെ ചാവി ചുമക്കാൻ ഒട്ടക കൂട്ടങ്ങൾ വേണമായിരുന്നു. അത്രത്തോളം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ഒരു സാങ്കല്പിക കഥയല്ല, തമാശക്ക് പറയുന്നതല്ല. എത്രത്തോളം സമ്പത്ത് ഉണ്ടാകും? അത്രയും സമ്പത്ത് അല്ലാഹു ഖാറൂന് നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഖാല ലഹു ഖൗമുഹു, ഖാറൂനോട് നാട്ടുകാരൊക്കെ പറഞ്ഞു, ലാ തഫ്റഹ്, ഇതൊക്കെ കണ്ടിട്ട് നീ അധികം സന്തോഷിക്കണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഇങ്ങനെ സന്തോഷിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമല്ല. എന്തായിരുന്നു ഖാറൂന്റെ പ്രശ്നം? ഖാറൂൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എന്റെ സാമർത്ഥ്യം കൊണ്ട് ആണ് എനിക്ക് ഈ സമ്പത്തൊക്കെ കിട്ടിയത്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ സമ്പത്ത്. ഇത് മാത്രമേ ഖാറൂൻ പറഞ്ഞിട്ടുള്ളൂ. ഇതെനിക്ക് അള്ളാഹു തന്നതല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായും എനിക്ക് കിട്ടിയതല്ല എന്നൊന്നും അദ്ദേഹം അംഗീകരിച്ചില്ല. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ അധ്വാനിച്ച് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ സാമർത്ഥ്യം കൊണ്ട്, കഴിവ് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവസാനം എന്തായി തീർന്നു? അങ്ങനെ അവൻ അഹങ്കാരിയായി നടന്നു. പടച്ചവൻ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഖസഫ്നാ ബിഹിം വബിദാരിഹിം അൽ-അർള. അവനെയും അവന്റെ വീടുകളെയും സമ്പത്തിനെയും മുഴുവൻ അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത്. ഒരാൾക്കുമില്ലാതെ അവന്റെ അഹങ്കാരത്തിന് അവൻ ഉയരാൻ നോക്കിയപ്പം അള്ളാഹു അവനെ പിടിച്ച് ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത്. അപ്പൊ ഒരുപാട് സമ്പത്തുണ്ടായി എന്നതിന്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പാഠമാണ് ഖാറൂന്റെ സംഭവം. വലിയ പൈസക്കാരനായിരുന്നു. ഇന്നൊക്കെ അത്ര പൈസ എത്രയുണ്ട് എന്ന് നമ്മൾ കൂട്ടി നോക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്രത്തോളം പൈസ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ പൊങ്ങച്ചം നടിച്ച് വലിയ ആളാവാൻ നോക്കിയപ്പം അള്ളാഹു ഒന്നും നോക്കിയില്ല, അവനെ ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ത്തി കളയുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് നമ്മൾ ഒരിക്കലും പൊങ്ങച്ചം കാണിക്കരുത്. സമ്പത്ത് അള്ളാഹു നമുക്ക് തന്നൊരു അനുഗ്രഹമാണെങ്കിൽ അതൊരു പരീക്ഷണമായിട്ട് മനസ്സിലാക്കുകയും അതിനെ ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കുകയും നാളത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ നമ്മൾ ചെലവഴിക്കുകയുമാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കരുത്. അത് ഇന്നെ നശിപ്പിക്കുമെന്ന് ഖാറൂന്റെ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, അധികാരം കിട്ടുമ്പം വലിയ പൊങ്ങച്ചം കാണിക്കും, എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പം പൊങ്ങച്ചം കാണിക്കും, എന്നിട്ട് പറയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്, അതൊക്കെ നിർവഹിക്കുന്നത്. അതിങ്ങനെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന ഫിറഔൻ. അധികാരം കൊണ്ട് പൊങ്ങച്ചം കാണിച്ച ആളാണ് ഫിറഔൻ. എന്താ ഫിറഔൻ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ്. മൂസ പറയുന്ന റബ്ബൊന്നും റബ്ബല്ല, നിങ്ങളൊരു ഗോപുരം പറയും, മൂസയുടെ റബ്ബിലേക്ക് ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് വരെ കളിയാക്കി ഫിറഔൻ പറയുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെയൊക്കെ റബ്ബ്.
എന്നിട്ട് പറയുന്നുണ്ട്, ഫനാദാ ഫിർഔന ഫീ ഖൗമിഹി, ജനങ്ങളോട് ഫിർഔൻ വിളിച്ചു പറഞ്ഞു, യാ ഖൗമി, ഏ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര, ഈ മിസ്റിന്റെ, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ? എന്നിട്ട് ചോദിക്കുന്നു, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികള്, നൈൽ നദിയൊക്കെ ഒഴുകുന്നത് എന്റെ 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 സാമ്രാജ്യത്തിലൂടെയല്ലേ എന്ന് അദ്ദേഹം അഹങ്കാരത്തോടു കൂടി, പൊങ്ങച്ചത്തോടു കൂടി ചോദിക്കുന്നതായിട്ട് കാണാം. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഞാൻ സമൂഹത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പൊങ്ങച്ചം കാണിച്ചാലാണ് ഒരു അധികാരം കിട്ടിയപ്പം അതിനെ ദുർവിനിയോഗം ചെയ്ത് ജനങ്ങളെ അടക്കി ഭരിക്കാനും സത്യത്തെ നിരാകരിക്കാനും അതിനെ ഉപയോഗപ്പെടുത്തി സത്യത്തിൽ നിന്ന് ആളുകളെ മാറ്റുവാനും ഒക്കെ അദ്ദേഹം തയ്യാറായതാണ്. അവസാനം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് ഉണ്ടായത്? അദ്ദേഹവും ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളയുകയാണ് ഉണ്ടായത്. ഈ പറഞ്ഞ മാതിരി ഖാറൂനും ഫിറൗനും ഒക്കെ ഉദ്ദേശിച്ചത് ഒരൊറ്റ കാര്യ, ഞങ്ങൾക്ക് പൊന്തണം, ഞങ്ങൾക്ക് വലിയ ആളുകളാവണം, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ആളുകൾ ഞങ്ങൾക്കാകണം. പടച്ചവൻ അവരുടെ കാര്യത്തിൽ എടുത്ത തീരുമാനം നേരെ ഓപ്പോസിറ്റാ. നിങ്ങൾ അങ്ങനെ പൊന്തണ്ട, നിങ്ങളെ രണ്ടുപേരെ ഞാൻ താഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞ് ഭൂമിയുടെ താഴ്ത്തുകയാണ് ചെയ്തത്. ഹാമാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലാക്കിയപ്പോൾ ഫിർഔനെ കടലിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഹുങ്ക്, നമ്മൾ ഇത്തരം കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. നമ്മളടുത്ത സമ്പത്തുണ്ട്, അധികാരമുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കരുത്. അതുകൊണ്ട് ഒരു തുള്ളി അഹങ്കാരം നമുക്ക് വരരുത്. അതുകൊണ്ടാണ് ഞാനാണെല്ലാം തീരുമാനിക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഇതാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിറൗനെ മുക്കിക്കൊല്ലുന്ന ഒരു സമയത്ത് അതിന്റെ ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വജാവസ്നാ ബി ബനി ഇസ്രായീൽ അൽ ബഹ്ർ, ബനു ഇസ്രായേലിനെയും ബനി ഇസ്രായേലിനെ കടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടൽ കടത്തി. ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു, തൊട്ടു പിന്നാലെ ഫിർഔനും അവന്റെ പട്ടാളങ്ങളും ഇങ്ങനെ വരികയാണ്. ബഗ്യം വഅദ്വൻ, അവർ വരുന്നത് ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവരെ ശത്രുത വെക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ്. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു, അങ്ങനെ നടുവിലെത്തിയപ്പോൾ അല്ലാഹു അവരെ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പൊങ്ങച്ചമൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്കിത് തിരിയില്ല. ഞാൻ കാണിക്കുന്നത് പൊങ്ങച്ചാണെന്ന് ഒരാൾക്കും തിരിയില്ല. ഫിറൗന്റെ അവസ്ഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ കാലത്ത് അവന് തോന്നിയില്ല ഞാൻ അഹങ്ക നടിക്കുവാണ്, പൊങ്ങച്ചം പറയാൻ തോന്നിയിട്ടില്ല. അവനെപ്പോ തോന്നിയത് അറിയോ? അദ്റകഹുൽ ഗറഖു, അങ്ങനെ മുക്കിത്താഴ്ത്താൻ വേണ്ടി ഇങ്ങനെ വെള്ളം അവന്റെ മേൽ വന്ന് മുങ്ങിത്താഴാൻ പോകുമ്പം ഓൻ പറഞ്ഞു, അല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആമനത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേൽ വിശ്വസിച്ച പടച്ചവനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഇപ്പൊ ഞാൻ മുസ്ലിം ആയിരിക്കുന്നു, എനിക്കിപ്പോ ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ റബ്ബല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ മിസ്രിന്റെ അധികാരിയല്ല, ഞാനിപ്പോൾ ഒന്നുമല്ല, ഞാനിതാ മരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഇവനിക്ക് ഞാൻ ഇത്രയും കാലം കാണിച്ചിരുന്ന പൊങ്ങച്ചം, അഹങ്കാരം, ഉൾനാട്യം, അതുകൊണ്ടൊന്നും എനിക്കൊരു കാര്യവുമില്ല എന്ന് വ്യക്തമായി ബോധം വന്നത് അദ്ദേഹത്തിന് അപ്പോഴായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചെങ്കടലിനെ മുക്കിക്കൊന്നപ്പോഴാണ് ഇത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പൊങ്ങച്ചം കാണിക്കുമെന്ന് മനസ്സിലാവുക. അത് നമുക്ക് ഒരു അസുഖം വരണം, ഒരു ബുദ്ധിമുട്ട് വരണം, അല്ലെങ്കിൽ ഇത്തിരി പ്രായമാവണം. അപ്പൊ ഒന്ന് ബാക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, പഠിച്ചവൻ ഞാൻ എന്താണ് കാണിച്ചു കൂട്ടിയത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്, ചെയ്തു വെച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം വരിക. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മളിത് മനസ്സിലാക്കുകയും ഇത്തരത്തെ നമ്മളെ നശിപ്പിച്ചു കളയുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ വിട്ടു നിൽക്കുകയും വേണം. നാഥൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ നശിപ്പിച്ചു കളയുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അതാണ് ഇവിടെ നടക്കുക എന്നുള്ള ആ ഒരു ചിന്ത നമ്മെ നശിപ്പിച്ചു കളയുന്നതാണ്. അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് അഹങ്കരിക്കാനും അല്ലെങ്കിൽ ഉൾനോട്യം കാണിക്കാനൊക്കെ എന്ത് അർഹതയാണുള്ളത്? നമ്മൾ അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്.
അള്ളാഹു നമ്മളെ കുറച്ചു കാലത്തേക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ്. പറഞ്ഞേക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ എല്ലാ സംവിധാനങ്ങളും അവൻ തന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് കുറച്ച് സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും, ചില ആളുകൾക്ക് കുറച്ച് അധികാരം കൊടുത്തിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ഇൽമ കൊടുത്തിട്ടുണ്ടാവും, ചില ആൾക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ജീവിക്കലാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലാതെ അതിന്മേൽ കെട്ടിമറിഞ്ഞ് അത് നമ്മളുടെ നാശത്തിലേക്ക് വഴിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിലും ഈ മഹത്വം, ഉൾനാട്യം, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞത് അത് അടിമകൾക്കുള്ളതല്ല, അത് മനുഷ്യന്മാർക്കുള്ളതല്ല, അത് അള്ളാഹുവിനുള്ളതാണ് എന്ന് തന്നെ അള്ളാഹു വ്യക്തമായിട്ട്, അള്ളാഹുവിന്റെ സിഫത്തല്ലേ മുതകബ്ബിർ, കബീർ, അക്ബർ, ഏറ്റവും വലിയവനാണ് അള്ളാഹു, അവനേക്കാൾ വലിയവൻ ആരുമില്ല. അത് അള്ളാഹുവിനുള്ളതാണ്. അത് നമുക്ക് കൊണ്ട് നടക്കാനുള്ള ഗുണങ്ങളല്ല, വിശേഷണങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, അൽ കിബ്രിയാഉ റിദാഇ, മഹത്വം അല്ലെങ്കിൽ വലിപ്പത്തരം, അഹങ്കാരം എന്നുള്ളത് എൻ്റെ മേൽമുണ്ടാണ്. അൽ അളമത്തു ഇസാരി, മഹത്വം എന്നുള്ളത് എൻ്റെ തുണിയാണ്, ഞാൻ ഉടുക്കുന്ന 2 വസ്ത്രങ്ങളാണെന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഫമൻ നാസഅതുഹു ഫീഹി, ആരെങ്കിലും ആ വിഷയത്തിൽ എന്നോട് തർക്കിക്കാൻ വന്നാൽ ഖദഫ്തുഹു ഫിന്നാർ, അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. നമുക്ക് അഹങ്കരിക്കാൻ സാധ്യമല്ല, ഉൾനാട്യം കാണിക്കാൻ സാധ്യമല്ല. അത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് യോജിച്ചതല്ല, അത് നമ്മുടെ റബ്ബിനുള്ളതാണ്. അതുകൊണ്ട് അത് റബ്ബ് തന്നെ നമ്മളോട് പറയുകയാണ്, ആരെങ്കിലും ഈ വിഷയത്തിൽ എന്നോട് തർക്കിക്കാൻ വന്നാൽ അവരെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒരു താബിഈയായ ഒരു പണ്ഡിതനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അലാ താരിഫനി, അനക്കിന്നെ അറിയില്ലേ? ഞാൻ ഒരു വലിയൊരാള് വന്നിട്ട് ചോദിച്ചു, അനക്കിന്നെ അറിയില്ലേ എന്ന് വെച്ചു. വലിയൊരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് താങ്കളെ നന്നായി അറിയാം. എന്നിട്ട് പറഞ്ഞു, അവ്വലുക നുത്ഫത്തുൻ മുദിറ, നിന്റെ തുടക്കം ഒരു മ്ലേച്ഛമായ ഒരു ബീജത്തുള്ളി ആയിരുന്നില്ലേ? അയാൾ വലിയ ഫഹ്റ് കാണിച്ചു വന്ന് ചോദിച്ചതാ, എന്നൊക്കെ അറിയില്ലേ? അപ്പം പറഞ്ഞു, അതെ, എനിക്ക് ശരിക്കറിയാം, നിന്റെ തുടക്കം നീ ഒരു ബീജത്തുള്ളി ആയിരുന്നില്ലേ? എന്നിട്ട് പറഞ്ഞു, വാഹറുക ജീഫ, കുറച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന അഹങ്കാരമൊന്നും നിനക്കുണ്ടാവില്ല, നീ മരിച്ച് ശവമായി പോകും, മയ്യത്തായി പോകും. വഅൻത ബൈന ദാലിക തഹ്മിലുൽ അദ്റ, അതിൻ്റെ ഇടയിൽ നീ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും വയറ് നിറച്ചുകൊണ്ട് നീ ഇങ്ങനെ നടക്കുന്ന, അഥവാ വേസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളല്ലേ നീ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അങ്ങനെയാണ്. നമ്മളൊരു ബീജത്തുള്ളിൽ നിന്ന് വന്ന് കുറച്ചു കാലം ഇവിടെ ജീവിച്ച് അവസാനം ഒരു മയ്യത്തായി പോകേണ്ട ആളുകളാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ എവിടെയാണ് അഹങ്കരിക്കാനുള്ള സമയം? നമ്മുടെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളങ്ങനെ ഭയങ്കരം നടത്തത്തിൽ ഭയങ്കര ഹുങ്ക് കാണിച്ച്, ആളെ കണ്ടാൽ തന്നെ ആള് ഒരു അഹങ്കാരിയാണെന്ന് തോന്നും. അതുപോലെ തന്നെ യജുറു ഇസാറഹു, അദ്ദേഹത്തിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇങ്ങനെ പോകുന്നുണ്ട്, നെരിയാണിക്ക് താഴെയാണ്. അങ്ങനെ ഹുങ്ക് കാണിച്ച ആൾ ഇങ്ങനെ നടക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നലി ശൈത്താനി ഇഖ്വാന, തീർച്ചയായും ഷെയ്ത്താന് കുറെ സഹോദരന്മാരുണ്ട്, ഷെയ്ത്താന്റെ സഹോദരന്മാരിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഷെയ്ത്താന് ഈ ഉജുബ് കാണിച്ചിട്ട്, അഹങ്കാരം കാണിച്ചിട്ടാണല്ലോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അഹങ്കാരം കാണിക്കുന്ന ആളുകളെല്ലാം അവന്റെ സഹോദരന്മാരാണ്, അവന്റെ ആളുകളാണ് എന്നുള്ളതാണ് ഈ ഒരു വർത്തമാനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിലും ഈ ഖുതുബയിലുമായിട്ട് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ദുരാഗ്രഹമാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റണം. അത് മാറ്റാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അൽ ഖനാഅത്താണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കുക. അള്ളാഹു നമുക്ക് ഓരി വെച്ച് തന്നത്, മുറിച്ചു തന്നത് കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അത് മാറ്റാൻ നമുക്കുള്ളൊരു വഴി. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇത്തിബാഉൻ നഫ്സി ബിൽ ഹവ, നമ്മുടെ മനസ്സിന്റെ ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു പരിഹാരം എന്നുള്ളത് തഖ്വയാണ്.
നമ്മളെ മനസ്സിന്റെ ഇച്ഛക്കല്ല നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, പടച്ചവന്റെയും റസൂലിന്റെയും ഇച്ഛക്കാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ ഈ അഹങ്കാരം എന്നുള്ളതാണ്, അത് വിനയം കൊണ്ട് നമ്മൾ മറികടക്കുക. എത്രത്തോളം നമ്മൾ വിനയം കാണിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഉയരും. നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഫിറൗനും ഹാമാനൊക്കെ സ്വയം പൊന്താൻ വേണ്ടി നോക്കിയതാണ്. അവര് പൊന്തിയിട്ടില്ല, അല്ലാഹു അവരെ താത്തി. പക്ഷേ പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും. നമ്മൾ താഴ്ന്നു കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ പൊന്തിക്കുന്നത്. നമ്മൾ പൊന്താൻ വേണ്ടി നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പൊന്തൂല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 3 ഗുണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ മോശമായ കാര്യങ്ങൾ ഉണ്ടാവരുത്. നമ്മളെ നശിപ്പിച്ചു കളയുന്ന, അമലുകളെ നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന, ആഖിറത്തെ നശിപ്പിച്ചു കളയുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. മാത്രമല്ല നമ്മുടെ മക്കളിലും ഇതുപോലത്തെ ശീലങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർ അഹങ്കാരികളാവരുത്. അവരിങ്ങനെ നഫ്സിന്റെ ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവരാകരുത്. അവർക്ക് ദുരാഗ്രഹം ഉണ്ടാകരുത്. ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്നും പരിഗണിക്കാറില്ല, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മക്കളായിട്ട് അവർ മാറും. ഈ കാര്യങ്ങൾ എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ്. മുമ്പ് പറഞ്ഞതാണ്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇതിനനുസരിച്ചിട്ടാണ്. ദുരാഗ്രഹം വരുമ്പോൾ ഒരാളെ കൊല്ലാനും കക്കാനും എല്ലാത്തിനും തയ്യാറാവുന്നു. തന്റെ മനസ്സിന്റെ ഇച്ഛയെ പിൻപറ്റുമ്പം കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും ഇച്ഛയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ തയ്യാറാവുന്നു. തന്റെ അഭിമാനത്തിന് എന്തെങ്കിലും കോട്ടം വരുന്നു പറയുമ്പോൾ എന്തിനും അയാൾ തയ്യാറാവുന്നു. അങ്ങനെ സകലവിധ പ്രശ്നങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അടുത്തൊരു തലമുറക്ക് ഇത് നമ്മൾ കൈമാറണം. നമ്മളുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കണം. നാം നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും തഖ്വയോടുകൂടി നല്ല അടിമകളായി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ പടച്ചവനെ. എന്നും നല്ല രീതിയിൽ നിന്നെ അനുസരിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥാ. സർവ്വലോക രക്ഷിതാവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കണേ പഠിച്ചോനെ. സമാധാനവും സന്തോഷവും നീ നൽകണേ നാഥാ. പഠിച്ചോനെ, ഒറ്റക്കും കൂട്ടായിട്ടും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒരുപാട് പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട് നാഥാ. നീ അതെല്ലാം പുറത്തു മാപ്പാക്കി തരണേ പഠിച്ചോനെ. അഹങ്കാരം ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി പഠിച്ചവനെ. ഒരിക്കലും അഹങ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. പൂർണ്ണമായ വിനയത്തോടുകൂടി നിന്നെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന അതാ. ربنا تقبل منا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم.